ഭ്രാന്തിന്റെ പെണ്ണ്. രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഭക്ഷണം കഴിക്കാനായി പോകുമ്പോൾ ഒന്ന് നിന്നിട്ട് ഗൗതമൻ വേണിയെ വിളിച്ചു. വേണി. വേണി ഗൗതമന്റെ മുഖത്തേക്ക് നോക്കി. കണ്ടോ, അതാണ് അച്ഛൻ്റെ മുറി. നിനക്കിവിടെ എവിടെ വേണമെങ്കിലും പോവാം, പക്ഷെ അങ്ങോട്ട് മാത്രം പോവരുത്. അച്ഛന് ഇഷ്ടാവില്ല. അത്യാവശ്യം എന്തെങ്കിലും പറയാൻ പോയിക്കോളൂ, അത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഗൗതമൻ പറയുന്നത് കേട്ട് വേണി എല്ലാത്തിനൊന്നും മോളുക മാത്രമേ ചെയ്തു. വേണി, നിനക്ക് വിശക്കുന്നില്ലേ? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അടുക്കളയിൽ മേശക്കരിയിൽ വേണി അവനൊപ്പം ഇരുന്നു. വിളമ്പിയ ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം ചീരുവിന്റെ ജോലികൾ നോക്കി അവൾ നിന്നു. അറിയാതെ നിറയുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പെയ്തിറങ്ങുന്നതാണെന്ന് മനസ്സിലാക്കി ഗൗതമൻ അവളെ വിളിച്ചു. വേണി, നമുക്ക് പോവാം. അമ്മയെക്കുറിച്ച് ഓർമ്മിച്ച് കരയുന്ന അവളെ അവിടെ നിന്ന് അവൻ മുറിയിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവന്നു. നീ എന്താ വേണി അധികമൊന്നും മിണ്ടാത്തത്? മനുവേട്ടൻ പറയുന്ന കേൾക്കാൻ. ഗൗതമൻ അവളെ നോക്കി നന്നായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ആ വിളി കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ വേണി. വേണി അവന്റെ മുഖത്ത് നോക്കാതെ നാണത്തോടെ മുഖം കുനിച്ചു. കുറച്ചു നേരം മൗനമായിരുന്നിട്ട് വേണി അവനോട് ചോദിച്ചു. ഏട്ടൻ പുറത്തൊന്നും പോവാറില്ലേ? എപ്പോഴും ഈ മുറിയിലാണോ ഇങ്ങനെ ഒറ്റക്ക്? അതെ. എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ? ഞാൻ വീട്ടിലായിരുന്നു ഈ അമ്മയെ സഹായിച്ചൊരു സീതയുടെയും ഗോപികയുടെയും കൂടെ കളിക്കാൻ പോയിട്ടുണ്ടാവും. കുളത്തിൽ നീന്താനും രാമപ്പനത്തോടെ മാമയെ മോഷ്ടിക്കാനും നല്ല രസമായിരുന്നു അവിടെ. ആഹ്, കൊള്ളാലോ വേണി. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പോവാൻ, പക്ഷേ പിന്നെന്താ? ആൾക്ക് മുഖം കൊടുക്കാതെ അവൻ ജനലിനടിയിലേക്ക് നടന്നു. ജനൽ വഴി ദൂരെ വയലിലേക്ക് നോക്കി കുറച്ചു നേരം. ആ നിൽപ്പ് തുറന്നപ്പോൾ വേണി അവന്റെ അരികിൽ ചെന്ന് പതിയെ അവന്റെ തോളിൽ തൊട്ടു. എന്തു പറ്റി മനിയേട്ടാ? എന്റെ ചങ്ങാതിയും കളിക്കൂട്ടാനെല്ലാം മുത്തശ്ശനായിരുന്നു. ഇവിടെ കുളത്തിൽ നിന്നും കുളിക്കാൻ പോകും ഞങ്ങൾ ഒരുമിച്ച്. ഒരിക്കൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മകളിലേക്ക് വീണ്ടും പോകും തോറും അവന് തലയിലൊരു തരം തരിപ്പ് തോന്നി. തലയുടെ ഇരുഭാഗത്തും കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് അവൻ വേണിയോട് പറഞ്ഞു. വേണി, നീ പുറത്തു വാ. എനിക്ക് വീണ്ടും ഞാനെന്തെങ്കിലും ചെയ്താ? വേണിയൊന്ന് ഭയന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവളും നിന്നിട്ട് അവനെ പിടിച്ച് കട്ടിലിരുത്തി. അവൻ മേലെ കട്ടിൽ കിടന്നു. അവനരികിലായി അവളും ഇരുന്നു. അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവൾ അവന്റെ നെറ്റിയിലൂടെ വിരലുകൾ കൊണ്ട് പയ്യെ തടവി. പതിയെ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ പേരവൻ പറയുന്ന കേൾക്കാം. അത് കേട്ടപ്പോൾ അവൾക്ക് അവനിലെ മരുന്നായി മാറാൻ കഴിയുമെന്ന് തോന്നി. അവൻ ഉറങ്ങിക്കഴിഞ്ഞതും വേണി അമ്മയെക്കുറിച്ച് അറിയാതെ ഓർത്തുപോയി. അമ്മേ, ഒരു ഭാര്യയുടെ കടമകൾ എന്തൊക്കെയാണ്, എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഒരു അമ്മയെ പോലെ മനുവേട്ടനെ നോക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സുഖമില്ലെങ്കിലും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത്. പാവ അമ്മയെ മനുവേട്ടൻ. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ ഈ സ്നേഹമൊന്നും മതിയായിരുന്നു. അവളുടെ ഒരു കൈയിൽ മുറുകെ പിടിച്ച് കിടക്കുന്ന ഗൗതമനെ നോക്കിയിട്ട് അവൾ പതിയെ ചിരിച്ചു. കൈമേലെ അവന്റെ കൈക്കൊള്ളിൽ നിന്ന് വിടുവിച്ച് അവന്റെ തല മടിയിൽ നിന്നെടുത്ത് തലയിണയുടെ മേലെ വെച്ചിട്ട് അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലേക്ക് ചെന്ന് ചീരുവിനെ സഹായിക്കാൻ ഒരുങ്ങവേ അച്ഛൻ തമ്പുരാൻ അങ്ങോട്ട് വന്നു. എന്താ ഇവിടെ? അയാളുടെ ശബ്ദവും മുഖഭാവം കണ്ട് വേണി പറിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സഹായിക്കാൻ. വേണ്ട, അതിനോട് ആളുണ്ട്. കുട്ടി മനുവിന്റെ കാര്യം നോക്കിയാൽ മതി. വൈദ്യം പുറത്ത് കാത്തുനിൽപ്പുണ്ട്. വൈദ്യനോ? ഉവ്, മനുവിന്റെ അസുഖം മാറാനുള്ള മരുന്നും മറ്റു കാര്യങ്ങളും ഇനി കുട്ടി വേണം നോക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവൾ ഇടുപ്പിൽ കുത്തിയ സാരി തലപ്പുകൊണ്ട് നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി. ഒമുറത്ത് കാത്തിരിക്കുന്ന വൈദ്യരെ കണ്ട് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളും മരുന്നുകളും എടുത്ത് മുറിയിലേക്ക് പോയി. ഗൗതമൻ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നുണ്ട്. എന്താ വേണി ഇതൊക്കെ? ആ ശങ്കുണി വീണ്ടും കഷായം തന്നുവല്ലേ? കഷായമൊന്നുമില്ല, എന്തൊക്കെയോ മരുന്നാ. ഇതൊക്കെ അസുഖം മാറാനല്ലേ? വേണി മേശയുടെ മുകളിൽ മരുന്ന് വെച്ചിട്ട് ഗൗതമന്റെ അടുത്ത് നിന്നു. എന്നിട്ട് അവനോടായി അവൾ വാത്സല്യത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മ പറയാറ് എനിക്ക് ഇപ്പോഴും കുട്ടിക്കളിയാണെന്നാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടി മനുവേട്ടനാണെന്ന്. അതെന്താ വേണി? അത് മനുവേട്ടൻ കുഞ്ഞുങ്ങളെ പോലെ ചിണുങ്ങുന്ന കാണാൻ നല്ല ചേലുണ്ട്. അവളത് പറഞ്ഞതും മരുന്നിനൊപ്പം വൈദ്യർ കൊടുത്ത കുറിപ്പെടുത്ത് നോക്കി. പിന്നിൽ നിന്ന് ഗൗതമിന്റെ കൈകൾ അവളെ ചുറ്റി. എന്താ ഇത്? വീട്ടന്നെ. അവളുടെ തോളിൽ തലവെച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു. വേണി, എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടിയതുപോലെ. വേണി നിറഞ്ഞ കണ്ണുകളോട് അവനെ തിരിഞ്ഞു നോക്കി. അവരുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ നിറഞ്ഞുകൊണ്ട് ആ ദിവസം രാത്രിയോടടുത്തു. അങ്ങനെ ഓരോ ദിനങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. മനസ്സുകൊണ്ട് അവർ കൂടുതൽ അടുത്തു. വിട്ടുപിരിയാൻ കഴിയാത്ത വിധം അവൾക്ക് പ്രിയപ്പെട്ടതായി മാറിയവൻ. കുറച്ചു നാളുകൾ കഴിഞ്ഞ ഒരു രാത്രിയിൽ ഗൗതമന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴാണ് മേലെ കാവിൽ ചെണ്ടമേളം കേൾക്കുന്നത്. വേണി, കാവിൽ നിന്ന് കൊടിയേറ്റായിരുന്നു. നീ മേളം കേൾക്കുന്നില്ലേ? ഉവ്, എന്തിവിടെ ആരും പോയില്ലേ? അമ്മയുണ്ടാവും. ഇന്ന് കാവിൽ പോയാ എനിക്ക് അമ്മയെ കാണായിരുന്നു അല്ലേ മനിയേട്ടാ? ഗൗതമനൊന്ന് മോളിയിട്ട് അവളെ ചേർത്ത് പിടിച്ചു മനസ്സിൽ പറഞ്ഞു. അമ്മയില്ലെന്നറിഞ്ഞാ എൻ്റെ വേണി. മനിയേട്ടാ, എനിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. എത്ര നാളെ ഇങ്ങനെ ഇവിടെ മടുപ്പ് തോന്നുക. അച്ഛനറിഞ്ഞ വഴക്ക് മുഴുവൻ നിനക്കായിരിക്കും. അതാ വേണി, എങ്ങും പോവാതെ ഞാനിവിടെ ഇരിക്കുന്നു. സാരമില്ല. വേണി അവന്റെ നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ച് കിടന്നു. അവൻ ചെണ്ടമേളം കേട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വേണിയെ വിളിച്ചു. വേണി. എന്താ മനുവേട്ടാ? സമയം ഒരുപാടായി, ഉറങ്ങിയില്ലേ? നമുക്ക് പോയാലോ കാവില്? അയ്യോ, അപ്പൊ അച്ഛൻ അറിഞ്ഞാലോ? അച്ഛൻ കിടന്നിട്ടുണ്ടാവും. നമുക്ക് ആരും കാണാൻ പോവാം. ഒന്ന് പോവാൻ മനിയേട്ടാ, വെറുതെ പറയുന്നല്ലേ.
അല്ലേടി വാ. വേണി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഒന്ന് പൊടിക്കൊരുങ്ങി രണ്ടാളും ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്നിറങ്ങി. അയ്യോ വേണി ഒന്ന് നിന്നേ. എന്താ? വേണിയുടെ അരികിൽ കുനിഞ്ഞിരുന്ന് ഗൗതമൻ അവളുടെ കൊലുസൂരി കട്ടിൽ വെച്ചു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ്റെ മുറിയുടെ മുമ്പിലെത്തിയതും സൂക്ഷിച്ച് ചുവടുകൾ വെച്ചു. അടുക്കളയിൽ കയറി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇരുവരും ശ്വാസം നേരെ വിട്ട് മുന്നോട്ട് നടന്നു. കാവിലേക്കുള്ള ഇടവഴിയിലെത്തിയതും ആളുകൾ കാവിലേക്ക് പോകുന്നു. കുറേ ആളുകൾ തിരികെ വരുന്നു. വഴി നിറയെ കുപ്പിവളക്കൂട്ടവും ബലൂണും പമ്പരവും ഒക്കെയുണ്ട്. അവൾ നിറങ്ങൾ ചാർത്തിയ കുപ്പിവളകളിൽ നോട്ടമെറിഞ്ഞു. നിനക്ക് വള വേണോ വേണി? പക്ഷെ നമ്മുടെ കയ്യിൽ പണയില്ലല്ലോ വാങ്ങാൻ. ഞാനെടുത്തിട്ടുണ്ട്. ഗൗതമൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു. വേണി കൊതിയോടെ ഒരു സെറ്റ് ചുവന്ന കുപ്പിവളകൾ എടുത്ത് കയ്യിലണിഞ്ഞു. പിന്നെ ചെണ്ടമേളം കേൾക്കാനിരുന്നു. അവൻ്റെ കയ്യിൽ പിടിച്ചൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെല്ലാം കണ്ടു. ചുറ്റിലും അവൾ അമ്മയെയും തിരഞ്ഞു. നിരാശയോടെ അവനെ നോക്കി. പെട്ടെന്ന് വായിൽ വന്ന കള്ളം അവൻ അവളോട് പറഞ്ഞു. അമ്മ വന്നില്ലെന്ന് തോന്നുന്നു വേണി, നമുക്ക് പോവാം. തിരികെ പോകുമ്പോഴും വേണി ചുറ്റിലും നോക്കി. ഓരോ ആളുകളെ കാണുമ്പോഴും അമ്മയാണോ എന്ന് സംശയിച്ചു. അവൾ നോക്കി നിൽക്കും. വേണി എന്തെങ്കിലും നോക്കുന്നു, വേഗം നടക്ക്. അവനൊപ്പം ധൃതിയിൽ നടന്ന് വീണരികിലെത്തി ചുറ്റും ഒന്ന് നോക്കി അടുക്കള വാതിലിനരികിലേക്ക് ചെന്നു. പക്ഷെ ആരോ വാതിൽ കുറ്റിയിട്ടു. അയ്യോ വേണി, ഇതാരോ അകത്തുനിന്ന് കുറ്റിയിട്ടെന്ന് തോന്നുന്നു. ഭഗവതീനി എന്താ ചെയ്യാ? നമുക്ക് പത്തായപ്പുരി കിടക്കാം. രാവിലെ ചീര് വാതിലിറക്കുമ്പോൾ അകത്ത് കയറാം. വേണി അവനൊപ്പം നടന്നു. അടുക്കളയുടെ പുറകെയുള്ള പത്തായപ്പുരയുടെ വാതിൽ തുറന്ന് അവനകത്ത് കയറി. മനുവേട്ടാ, ഇതെന്താ അടച്ചു വെക്കാത്ത? കള്ളം കയറിയില്ലേ? ഇല്ല, ഇവിടെ കയറാൻ മാത്രം ധൈര്യമുള്ള കള്ളന്മാരോ? മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ചൊന്നും സൂക്ഷിക്കാറില്ല. അകത്ത് നേരിയ വെളിച്ചമുണ്ട്. ഗൗതമൻ അവിടെയുള്ള കട്ടിയുള്ള തുണി നിലത്തി വിരിച്ചു. തൽക്കാലം ഇവിടെ കിടക്കാൻ വേണി, നീ നേരത്തെ എഴുന്നേൽക്കില്ലേ? അവരിരുവരും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് ഊളിയിട്ടു. രാവിലെ വേണി ഒരുപാട് തവണ ഗൗതമനെ വിളിച്ചു. കണ്ണുകൾ തിരുമ്പി എഴുന്നേറ്റ് അവൻ അവളെ നോക്കി. പെട്ടെന്ന് സാരി ഒതുക്കിയെടുത്തിട്ട് വേണി അവനെയും കൊണ്ട് അടുക്കള വാതിലിനരികിലേക്ക് നടന്നു. ചാരിയിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറി. ചീരു വാതിൽ തുറന്നു. ഭാഗ്യം. വാതിൽ തുറന്ന് മുമ്പിൽ അച്ഛനെ കണ്ട് ഗൗതമൻ ഞെട്ടി. വേണി ഭയന്നുകൊണ്ട് അവന് പിന്നിൽ ഒളിച്ചു. എവിടെയാ രണ്ടാളും പോയത്? അതച്ചാ. അയാൾ ഊന്നുപടി മുറുകെ പിടിച്ചു. എന്നിട്ട് നിവർ നിന്നിട്ട് വേണിയെ വിളിച്ചു. വേണി ഇങ്ങോട്ട് വരൂ. മനു, നീ അകത്ത് പോ. ഇല്ല, വേണി എൻ്റെ കൂടെ വരും. അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛാ. അയാൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഗൗതമന് ശക്തമായ തലവേദന തോന്നി. വേണി വിറച്ചുകൊണ്ട് അയാൾക്ക് മുമ്പിലേക്ക് വന്നു. അവൾ കുഴഞ്ഞു നിലത്തി വീണ് ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം എല്ലാവരും ഭയന്നു പോയി. ഗൗതമൻ അവളുടെ കവിൾ തട്ടി വിളിച്ചു. വേണി, വേണി. വേണി ഒന്നുകൂടി തട്ടി വിളിച്ചിട്ട് ഗൗതമൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ കാര്യസ്ഥനോട് വൈദ്യരെ വിളിക്കാൻ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് അച്ഛൻ ചീരുവിൽ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു. എടി ചീരു, നോക്കിക്കാ കുറച്ച് വെള്ളം എടുത്ത് അവിടെ മുഖത്ത് കളിക്കുക. ചീരു വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഗൗതമൻ അവിടെ മുഖത്ത് വെള്ളം തളിച്ച് കുറച്ച് വെള്ളം അവൾ കുടിക്കാനും കൊടുത്തു. വേണി തലയിൽ കൈവച്ച് പതി എഴുന്നേറ്റ് ഗൗതമനെ നോക്കി മൃദുവായി ചിരിച്ചു. എന്നിട്ട് അച്ഛനെ നോക്കി. മോനെ മനു, അവളെ മുറി കൊണ്ടുപോയി കിടത്ത്, വൈദ്യരിപ്പ് വരും. വാ വേണി. വേണി അച്ഛനെ തിരിഞ്ഞു പോയിക്കൊണ്ട് അവനൊപ്പം മുറിയിലേക്ക് നടന്നു. ഗൗതമൻ ശ്രദ്ധയോടെ അവളെ കയ്യിൽ പിടിച്ചു. വൈദ്യനെ വിളിക്കാൻ ആളെ പറഞ്ഞു വിട്ടിട്ട് കാര്യസ്ഥൻ അയാളുടെ അരികിൽ വന്നു. ചീരു അച്ഛനോടായി കാര്യസ്ഥൻ കേൾക്കാതെ എന്തോ പറഞ്ഞിട്ട് പോകുന്ന കണ്ടു. കാര്യസ്ഥൻ പിള്ള അയാളോട് ചോദിച്ചു. തമ്പുരാനെ, എന്തോ ഒരു ആലോചന? ചീരു പറയണത് അവൾക്ക് വിശേഷമുണ്ടെന്നാ. അതിൻ്റെ ആണത്തിലെ ക്ഷീണമോത്ത്, പിന്നെ ഈ തലകറക്കൊക്കെ കൂടി. അതൊരു സന്തോഷ വാർത്തയല്ലേ തമ്പുരാനെ? അയാൾ താഴിൽ പതിയെ വിരലോടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. പുറകെ പിള്ളയും. മുറുക്കാൻ ചെല്ലം കയ്യിലെടുത്ത് ചാരിക സേരയിരുന്ന് നല്ല ഇളം വെറ്റില നോക്കിയെടുത്ത് ചുണ്ണാമ്പ് പുരട്ടിക്കൊണ്ട് അയാൾ പിള്ളയോട് പറഞ്ഞു. ഡോ പിള്ളേ. എന്തോ? എൻ്റെ മനു ഈ അവസ്ഥയിൽ ഒരു കുഞ്ഞുകൂടി ആയ അതാ കുട്ടിക്കാണ് കൂടുതൽ ആപത്ത്. എന്താ ചെയ്യ? ആ, അത് നേരാ. താൻ വൈദ്യം വന്നാൽ എന്നോട് പറയൂട്ടോ. ഉവ്. വായിൽ മുറുക്കാൻ വെച്ച് ചവച്ചുകൊണ്ട് അയാൾ ചാരികസേരയിൽ ചാരിയിരുന്നു. പിള്ള മുറിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. ഗൗതമന്റെ മുറി അടച്ചിട്ടുണ്ട്. പിള്ള അടുക്കളയിലേക്ക് നടന്നു. ഗൗതമൻ മുറിയിൽ അവളെ കട്ടിൽ കിടത്തിയിട്ട് അവിടെ അടുത്തിരുന്നു. എന്താ മനുവേട്ട ഇത്? മുഖത്ത് നല്ല പരിഭ്രമുണ്ടല്ലോ. പേടിക്കണ്ട, ആ സമയത്ത് ഞാൻ പേടിച്ചു പോയി, അതാ തലറിങ്ങി വീണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എങ്കിലും വേണി. പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് നോക്കി. ഗൗതമൻ വാതിലിനരിയിലേക്ക് നടന്നു. എന്താ ചീരു? അച്ഛനമ്പുരാൻ വേണിക്കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. ചീരു പോയിക്കോ, അവൾ വന്നോളൂ. ചീരു പോയതും വേണി എഴുന്നേറ്റ് ഗൗതമനടുത്തേക്ക് നടന്നു. വാതിലിന് മുമ്പിൽ നിന്ന് മാറിക്കും മനുവേട്ടാ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. വേണ്ട, നീ തനിച്ചു പോണ്ട, ഞാനും വരാം. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. മനുവേട്ട അപ്പോഴേക്കൊന്ന് കുളിക്ക്. ഉറപ്പാണോ? ഗൗതമനെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വേണി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. വാതിലിൻ്റെ അരികിൽ നിന്ന് ആൾ ഉള്ളിലെ ഭയം ഒളിപ്പിച്ചുകൊണ്ട് അയാളെ വിളിച്ചു. ചാരുകസേരയിൽ നേരിരുന്ന അയാൾ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ, കയറി വരൂ കുട്ടി. അവൾ അകത്ത് കയറിയതും അയാൾ കുറച്ചു നേരം മൗനമായി ഇരു കൈവിരലുകളും കോർത്തു പിടിച്ചിരുന്നു. എന്തിനാ വിളിപ്പിച്ച്? കുട്ടി വിചാരിക്കും പോലെയല്ല കാര്യങ്ങള് മനു. അവൻ അയാൾ പറയുന്ന കേൾക്കാൻ കാതോർത്ത് വേണി അയാൾക്കരികിൽ നിന്ന് കൈവിരൽ കോർത്തു പിടിച്ച് മുഖം കുനിച്ചുകൊണ്ട് അയാൾ കുറച്ചേരം ഇരുന്നിട്ട് വീണ്ടും തുടങ്ങി. മോളെ,
മനു, അവനാ എൻ്റെ ലക്ഷ്മിയെ, അതായത് അവൻ്റെ അമ്മയെ കൊന്നത്. വേണിയുടെ മുഖത്ത് ഭയമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവൾ ഭാവവ്യത്യാസമൊന്നും വരുത്താതെ അയാളെ നോക്കി. അയാൾ അത്ഭുതത്തോടെ അവളുടെ മുഖത്ത് ഒന്നുകൂടി നോക്കി. മനുവേട്ടനെ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും, എനിക്ക് വിശ്വാസം ഉണ്ട് അച്ഛാ. പക്ഷേ മുറിയുടെ പുറത്തുനിന്ന് പിള്ള ഉറക്കി വിളിച്ചു പറഞ്ഞു, വൈദ്യം വന്നോട്ടോ. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഒപ്പം വേണിയെ വൈദ്യന്റെ അടുത്ത് ഇരുത്തിയിട്ട് അയാൾ വീണ്ടും മുറിയിലേക്ക് നടന്നു. വൈദ്യൻ വേണിയെ പരിശോധിക്കുമ്പോൾ അച്ഛൻ അലമാര തുറന്ന് പണമെടുത്ത് തുപ്പൽ കൂട്ടിയെണ്ണി വൈദ്യന്റെ അടുത്തേക്ക് നടന്നു. വൈദ്യൻ വേണി നോക്കി ചിരിച്ചിട്ട് അയാളോട് പറഞ്ഞു, കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്, ഈ അരിഷ്ടം കഴിച്ചാൽ മതി കേട്ടോ. തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പി അവൾക്ക് കൊടുത്തിട്ട് വൈദ്യൻ അവളോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വേണി അവിടുന്ന് പോയതും വൈദ്യർ അയാളോട് പറഞ്ഞു, ഇല്ലടോ, കുട്ടിക്ക് വിശേഷമൊന്നുമില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇതിപ്പോ താനെന്തിനങ്ങനെ ഭയപ്പെടുന്നെന്നാ. എൻ്റെ ലക്ഷ്മിയെ പോലെ ആ കുട്ടിയെ അവൻ്റെ അസുഖം ഭേദാവാതെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞു അവൻ കാരണം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് തെറ്റ് ചെയ്തു എന്നൊരു തോന്നല്. ഏടോ, അവനെ പറഞ്ഞ് നിങ്ങളൊരു മുഴുഭ്രാന്തനാക്കിയാണോ? പേടിയാടോ. അവന് മനസ്സിന് സമനില നഷ്ടപ്പെട്ട ഓരോ സമയം ഓരോ മരണങ്ങളാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചത്. ഒടുവിൽ തറവാടിൻ്റെ വേരില്ലാതാവൂന്ന് കണ്ടപ്പോഴാ ഞാൻ ആ പാവം കുട്ടി അവന് വേണ്ടി ആലോചിച്ചത്. പക്ഷേ ഇപ്പം ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഇവിടെ ആര് കണ്ടാലും ഒന്ന് ഭയക്കുന്ന താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ? ഒന്നും വരില്ല, താൻ പേടിക്കണ്ട. ആരും കാണാതെ തൂണിന് മറകിൽ നിന്നെല്ലാം കേട്ടുകൊണ്ട് വേണി ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. വേണി അകത്തേക്ക് കയറാൻ ഒരുങ്ങവേ ഗൗതമൻ മുറിയിലേക്ക് നടന്നു പോകുന്ന കണ്ട് അവൾ അവന് പുറകെ ഓടി മുറിയിൽ കയറി. ജനലഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവന് പുറകിലൂടെ ചെന്ന് അവളുടെ കൈകൾ അവനെ ചുറ്റി. അവളുടെ കയ്യിൽ വീണ ചുടുകണ്ണീരേറ്റ് അവൾ കൈകൾ പിൻവലിച്ചു. അവൾക്ക് അഭിമുഖമായി നിർത്തി. എന്താ മനിയേട്ടാ? ഞാൻ എൻ്റെ അമ്മയെ കൊന്നു അച്ഛൻ പറയുന്നത്. പലരും ഞാൻ കേൾക്കാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അച്ഛനും എന്നെ എനിക്കറിയില്ല വേണി, എനിക്കറിയില്ല അന്ന് എന്താ ഉണ്ടായതെന്ന്. എൻ്റെ മനുവേട്ട മനഃപൂർവ്വം ചെയ്തല്ലോ. അവൻ്റെ കണ്ണുകൾ തുടച്ചിട്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ, വേണ്ട വേണി, നീ പോയിക്കോ, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല വേണി. അവളൊന്നുകൂടി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല മനുവേട്ട, ഒരിക്കലും ഞാൻ തനിച്ചാക്കി പോവില്ല. മാത്രമല്ല ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട് എനിക്ക്, അതൊക്കെ കണ്ടുപിടിക്കണം. എന്തിനാ വേണി നീ എന്നെ ഇങ്ങനെ? വാക്കുകൾ പൂർത്തിയാക്കാതെ അവനവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എന്താ മനുവേട്ട ഇത്? ആരെങ്കിലും കാണും, വാതിലടച്ചിട്ടില്ല. ഗൗതമന്റെ നെഞ്ചിൽ നിന്ന് മാറി അവൾ ചുമൽ ചാരിന്ന് അവനെ നോക്കി. മനുവേട്ട, ഞാൻ കാര്യം ചോദിക്കട്ടെ, അമ്മ മരിച്ചെന്ന് എന്താ ഉണ്ടായതെന്ന് ഓർമ്മയുണ്ടോ? അത് വേണി, എനിക്ക് ഒരുപാട് ആലോചിച്ച് വീണ്ടും മനസ്സ് കഷ്ടപ്പെടുത്താൻ ചോദിച്ചല്ല കേട്ടോ. എനിക്കറിയില്ല വേണി, ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ചീര് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ അന്നുണ്ടായതൊക്കെ എന്താണെന്ന്. എനിക്ക് വയ്യാതായെന്നും എല്ലാം തകർത്ത് നശിപ്പിച്ച് എല്ലാവരെയും ഞാൻ ഉപദ്രവിച്ചു. അച്ഛനെന്നെ മുറിയിലടച്ചു. പിറ്റേന്ന് കണ്ടത് കൊളക്കടവിൽ അമ്മയുടെ. ഗൗതമൻ അത്രയും പറഞ്ഞു നിർത്തി നിറകണ്ണുകളോട് അവളെ നോക്കി. ബാക്കി ഞാൻ പറയാം. രാവിലെ മുറിയിലെ മനുവേട്ടൻ ഇല്ലായിരുന്നു. അമ്മ വാതിൽ തുറന്നു തന്നു. മനുവേട്ടൻ അമ്മയെ ഈ കഥയൊക്കെ എന്നോട് ചീര് പറഞ്ഞു. ഇവിടെ നടന്ന എല്ലാ കഥകളും ഇതുപോലെയായിരുന്നു അല്ലേ? മനുവേട്ടൻ, എനിക്ക് തോന്നുന്നു ഈ കൊലപാതകങ്ങൾക്ക് മനുവേട്ടനായിട്ടൊരു ബന്ധമില്ലെന്ന്. മനുവേട്ടൻ്റെ പേരിൽ മറ്റൊരാളാ. പക്ഷെ വേണി ആര്, എന്തിന്? തുറന്നിട്ട് വാതിലിനരികിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് വേണി അങ്ങോട്ട് നോക്കി. ആരും അവിടുന്ന് ഓടി പറഞ്ഞ ശബ്ദം കേട്ട് അവൾ വാതിലിനരികിൽ ചെന്ന് നോക്കി. എന്താ വേണി? മനുവേട്ടനല്ല, ഇതൊക്കെ മറ്റാരാണ്, ഇപ്പൊ എനിക്ക് ഉറപ്പായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.